പാലച്ചീര കൊണ്ട് നല്ലൊരു ചിക്കൻ കറി നോക്കിയാലോ. ചട്ടി ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതായത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പാലച്ചീരയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പോഷക ഗുണങ്ങൾ അധികം അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ്. അപ്പം നമ്മളിതിലേക്ക് കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7-8 എണ്ണം അതിൻ്റെ സൈഡൊന്ന് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 സവാള കുത്തി എരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നല്ല കൊത്തി എരിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ 2 തക്കാളി കൊത്തി എരിഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ. തക്കാളി നല്ലതുപോലെ വാടി വന്ന ശേഷം നമ്മൾ ഇതിൽ അധികം ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഈ കറിയിൽ അധികം ചേർക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ ചിക്കനും ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി അരപ്പൊന്ന് ചിക്കനിലൊന്ന് പിടിച്ചു വരണം. ഇതിൽ നല്ല കാന്താരിയുടെ എരിവും കുരുമുളകിൻ്റെ എരിവും ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് വേവാൻ വിടുന്നുണ്ട് കേട്ടോ. ആ ചിക്കനിലെ കുറച്ച് വെള്ളമൊന്ന് ഇറങ്ങി വരട്ടെ. അതിനു മുമ്പ് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രേവി ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കഴിക്കാം. വെന്തൊന്ന് കുറുകി വരുന്ന ടൈം ആകുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച പാലച്ചീര ചേർത്ത് കൊടുക്കാം. പാലച്ചീര ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് വെള്ളം ഒന്ന് പറ്റി പെരണ്ടെടുത്ത് കഴിയുമ്പോൾ എന്താ ഈ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള പാലച്ചീരയുടെ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.